ഹേ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. സത്യം പറയല്ല, രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ഇൻസ്റ്റാഗ്രാം നോക്കുമ്പോഴത്തേക്കും ട്രോൾ പേജിലെ ഒരു പോസ്റ്റ് കണ്ടു. നേരെ യൂട്യൂബ് എടുത്തിട്ട് ആ ഒരു ബ്രൈറ്റ്നസും കൂട്ടിയിട്ട് നല്ല ഇതിൽ സൗണ്ടും കൂട്ടി വെച്ച് ഒരു ട്രെയിലർ പ്ലേ ചെയ്തു. വേറെ ലെവൽ സംഭവം എന്നല്ലാതെ വേറെ ഒന്നും പറയില്ല. മാർവൽ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ ട്രെയിലർ കണ്ടിട്ട് സത്യം പറയല്ലോ എങ്ങനെയെങ്കിലും ഡിസംബർ ആയാൽ മതി എന്ന് പറഞ്ഞിട്ടിരിക്കുകയാണ്. അതിന് ട്രെയിലറാണ് ഇറക്കി വെച്ചേക്കുന്നത്. ഈ ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോഴത്തേക്കും അതിൽ നമ്മുടെ തോറ് ധൂമിനെ ആ ഒരു സ്ട്രോം ബ്രേക്കർ ഉണ്ടല്ലോ അത് വെച്ചടിക്കുന്ന ആ ഒരു സീൻ കണ്ടപ്പോഴത്തേക്കും ഒരു ഗൂസ് ബമ്പ്. എന്തായാലും വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് ദിവസത്തേക്ക് ആ ഒരു ട്രെയിലർ റിപ്പീറ്റ് ആയിട്ട് കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷെ ഈ ഒരു ട്രെയിലർ വന്നതിന് ശേഷം അതിലൊരു സീനുണ്ട്. വേറെ ഒന്നല്ല, നമ്മുടെ ധൂമിനെ കാണിക്കുന്ന ആ ഒരു സീൻ. ആ ഒരു ബിൽഡിങ്ങോ ഷിപ്പോ എന്തോ ഒരു കാര്യം തകർത്തിട്ട് പറന്നു വന്ന് അവിടെ നിന്നൊരു ലാൻഡിങ്. എൻ്റെ മോനെ വേറെ ഒരു റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ട്രെയിലറിൽ എത്ര തവണ റിപ്പീറ്റ് അടിച്ച് കണ്ടു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ആ ഒരു ഒറ്റ സീൻ മതി എനിക്ക് എങ്ങനെയെങ്കിലും ഡിസംബർ ആവാൻ വേണ്ടിയിട്ട്. ആദ്യം ആ ഒരു പോസ്റ്റർ കണ്ടപ്പോഴത്തേക്കും ഇതിന് മുന്നേ ഈ AI വെച്ചിട്ട് കുറേ ട്രെയിലറും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇറക്കിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുപോലെയാണ് വിചാരിച്ചത്, ഏതോ ഒരു AI ട്രെയിലർ ആയിരിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ദേ മാർവൽ തന്നെ അത് അപ്ലോഡ് ചെയ്തേക്കുന്നു. വേറെ ഒന്നും വേണ്ട, സമാധാനമായി, സന്തോഷമായി, അതല്ലാതെ വേറെ ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ എക്സ്മാൻ യൂണിവേഴ്സും തമ്മിലുള്ള ആ ഒരു ഫൈറ്റ്, അതിൻ്റെ തിയറിയും കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഉള്ളതാണോ ഇല്ലയെന്ന് അറിയത്തില്ല, എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അതിനെപ്പറ്റി അറിയത്തില്ല. എന്തായാലും അങ്ങനെ വരുവാണെങ്കിലേ ഇതുപോലെ ഒന്ന് ചിന്തിച്ചു നോക്കേ. ഡോക്ടർ ഒക്ടോബസ് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിലെ നമ്മുടെ അയൺമാൻ്റെ ആ ഒരു നാനോ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഡോക്ടർ ഒക്ടോബസിൻ്റെ കയ്യിൽ കിട്ടുന്നു. അതിനുശേഷം മൂവിയുടെ അവസാനത്തിൽ ഡോക്ടർ നല്ലവനായിട്ട് അവരെല്ലാവരും തിരിച്ച് അവരുടെ യൂണിവേഴ്സിലേക്ക് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ ഡൂംസ്ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്മാൻസ് എല്ലാം നമ്മുടെ ടോബിയുടെ സ്പൈഡർമാൻ്റെ ആ ഒരു യൂണിവേഴ്സ് തകർക്കാൻ വേണ്ടി അവിടേക്ക് ചെല്ലുന്നു. അപ്പോൾ അവിടെ നമ്മുടെ ഡോക്ടർ നല്ലവനായതിനു ശേഷം നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ ആ ഒരു യൂണിവേഴ്സിലേക്ക് വന്നിട്ട് ടോം ഹോളണ്ടിൻ്റെ ആ ഒരു സ്യൂട്ടിൻ്റെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി അതിനെപ്പറ്റി ടോബിയോട് പറയും. ഇതുപോലെ ആ ഒരു യൂണിവേഴ്സിലേക്ക് ഞാൻ ചെന്നിട്ട് ആദ്യം നീയാണെന്ന് വിചാരിച്ച് നമ്മുടെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാനായിട്ട് ഫൈറ്റ് ചെയ്തല്ലോ, അപ്പോഴവനുണ്ടായിരുന്ന ആ ഒരു ടെക്നോളജി, അത് ആ ഒരു നാനോ പാർട്ടിക്കിൾസ്, അതെൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് നിനക്ക് ഞാൻ ഒരു സ്യൂട്ട് തയ്യാറാക്കി തരാമെന്നും പറഞ്ഞ് ഒരു അയൺ സ്പൈഡർ സ്യൂട്ട് നമ്മുടെ ഡോക്ടർ ടോബിക്ക് വേണ്ടി റെഡിയാക്കി കൊടുക്കും. അതിനുശേഷം എക്സ്പാൻഡ് യൂണിവേഴ്സിലെ എല്ലാവരും നമ്മുടെ ടോബിയുടെ ആ ഒരു യൂണിവേഴ്സിലേക്ക് വന്നിട്ട് ഈ ഒരു അയൺ സ്യൂട്ട്, ആ ഒരു അയൺ സ്പൈഡർ സ്യൂട്ടും വെച്ചിട്ട് നമ്മുടെ ടോബി അവരോടൊപ്പം ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അങ്ങനെ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ തിയേറ്റർ ഇളക്കി മറിക്കാനുള്ള ഒരു ഫൈറ്റിംഗ് സീനും, അതും ആ ഒരു മൂവിയുടെ, അതും ഡൂംസ്ഡേയുടെ ഇൻട്രോ സീനിൽ തന്നെ ഈ ഒരു കാര്യം ഉണ്ടെങ്കിൽ വേറെ ലെവലായിരിക്കും. പിന്നീട് നമ്മൾ കാണാൻ പോകുന്നത് ഡൂംസിനെയും തോറിനെയും റൂയിൻ കിങ് തോറിനെയും അയ്യോ ഒന്നും പറയണ്ട, അലറി വിളിച്ച് തൊണ്ട പൊട്ടാനുള്ള വകുപ്പ് എന്തായാലും മൂവിലുണ്ട്. അതുകൊണ്ട് എന്നെപ്പോലെ എത്ര പേര് ഡൂംസ്ഡേക്ക് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണെന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് പുതിയ സിനിമകളുടെ ആ ഒരു ട്രെയിലറും കാര്യങ്ങളും അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കാണാം. ലയൺസ് ഗേറ്റ് അവർ കൊണ്ടുവരുന്ന ബി വെയർ ബൊയൂണ, അങ്ങനെ എന്തോന്നാണ് ഈ മൂവിയുടെ പേര്. സത്യം പറയല്ലോ എന്തായാലും ഇതൊരു അനാക്കൊണ്ട മൂവിയാണ്. അത് ഇത്രയും നാൾ നമ്മൾ ഒരുപാട് അനാക്കൊണ്ട സിനിമകൾ കണ്ടിട്ടുണ്ട്, മറ്റേ ജാപ്പനീസും ചൈനീസ്, അല്ലാതെ തന്നെ ഈ ഇടയ്ക്ക് ഒരു കോമഡി പടം കൂടി ഇറങ്ങി, അത് അത്ര വലിയ രീതിയിൽ പോയില്ല. പക്ഷേ ഇത് കാണുമ്പോഴത്തേക്ക് എന്തോ ഒരു ഡിഫറൻറ്റ് ഉള്ളതുപോലെ. പ്ലോട്ടും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഇപ്പോൾ കുറേ ആളുകൾ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് കാടിനുള്ളിലേക്ക് പോകുന്നു, അവിടെ വെച്ചിട്ട് ആ ഒരു അനാക്കൊണ്ട അവർ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ ഈ ഒരു ട്രെയിലർ കാണുമ്പോഴത്തേക്കും എന്തോ ഒരു ഡിഫറൻറ്റ് ഇതിൽ തോന്നുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും വ്യത്യസ്തമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ ഒരു മൂവി അടുത്ത മാസം ഒക്ടോബർ 2 ഇറങ്ങാൻ പോകുന്നത്. ഇവിടുത്തെ തിയേറ്ററുകളിൽ കൊണ്ടുവരുമോ ഇല്ലെന്ന് അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ എന്തായാലും പറയാം. അത് കഴിഞ്ഞിട്ടൊരു മൂവിയുടെ ട്രെയിലർ കണ്ടു കേട്ടോ, അതർ മമ്മി എന്ന് പറഞ്ഞിട്ട്. ആദ്യം കണ്ടപ്പോഴത്തേക്കും സാധാരണ ഒരു ത്രില്ലർ മൂവിയിലാണ് തോന്നിയത്. പക്ഷേ കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് ഇതിലൊരു സീനുണ്ട്, അതും ഒരു ടേബിളിനടിയിലെ അതിലൊരു ക്യാരക്ടർ ഇരിക്കുന്ന സീൻ. അതോടെ എന്തായാലും ഉറപ്പിച്ച് ഈ ഒരു മൂവി വരുവാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഞാനത് ചെയ്യാം. അതേപോലെ തന്നെ ഈ മൂവിയും കാണാൻ വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി ലൈൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതുപോലെയാണ് കഥ വരുന്നത്. കഥയിലെ കഥാപാത്രമായിട്ടുള്ള 8 വയസ്സുകാരായിട്ടുള്ള ബെല, അവളുടെ കുടുംബത്തിൽ അവളുടെ അച്ഛനും അമ്മയും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിനിടയിൽ അവരുടെ വീട്ടിലെ ക്ലോസറ്റിൽ നിന്നും ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി പ്രത്യക്ഷപ്പെടും. അപ്പോൾ ആ ഒരു രൂപത്തെ ബെല്ല വിളിക്കുന്നത് അതർ മമ്മി എന്നാണ്. അതും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എൻറ്റിറ്റി അത് ബെല്ലയുടെ യഥാർത്ഥ അമ്മയെപ്പോലെ തന്നെയാണ് ഇരിക്കുന്നതെന്നാണ്. അപ്പോൾ ഈ ഒരു 2 കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ജെസിക്ക ക്രിസ്റ്റ്യനാണ്. എന്തായാലും ഈ ഒരു ട്രെയിലറിലൂടെ തന്നെ നല്ല രീതിയിൽ ഇത് കാണാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് എന്തായാലും ഈ ഒരു മൂവിക്ക് വേണ്ടി നമ്മൾ എന്തായാലും വെയിറ്റിംഗ് ആണ്. അത് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യുന്ന അടുത്തൊരു മൂവിയുണ്ട്, ഫാൾ ടു ഡെഡ് പോയിന്റ്. ഇതിൻ്റെ ഫാൾ എന്ന് പറഞ്ഞിട്ട് 2022 പുറത്തിറങ്ങിയ ആ ഒരു ഫസ്റ്റ് ഭാഗം നമ്മൾ ആൾറെഡി തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആ ഒരു മൂവി ആദ്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും നമ്മുടെ ചാനലിലാണ്. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടേക്കുക, വേറെ ലെവൽ മൂവിയാണ്. ഇപ്പോൾ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഇതിൻ്റെ ഒരു സ്റ്റോറി പ്ലോട്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് പാർട്ടിലെ ആ ഒരു ഹീറോയിൻ ഹണ്ടർ ഉണ്ടല്ലോ, അവളുടെ സഹോദരി ജാക്സ് ഹണ്ടർ തൻ്റെ സഹോദരിയുടെ ആ ഒരു മരണത്തിൽ നിന്ന് ഇപ്പോഴും പുറത്തു വരാൻ കഴിയാതെ ജാസിൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ലൂസിയോ ആയിട്ട്
അത് തൻ്റെ സഹോദരിയുടെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി ഇവർ രണ്ടുപേരും തായ്ലൻഡിലെ ഒരു അപകടകരമായിട്ടുള്ള ഒരു വലിയ മലയുടെ മുകളിൽ പ്ലാങ്ക് വാക്ക് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും പോകുന്നു. അങ്ങനെ ഇവർ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് റോക്ക് സ്ലൈഡ് ഉണ്ടാവുന്നതും അവരുടെ യാത്ര വെച്ച് അവിടെ വെച്ച് സ്റ്റോപ്പ് ആവുന്നു. ഇപ്പോൾ അവരുള്ളതാണെങ്കിലും ഏകദേശം ഒരു 3000 അടി മുകളിലും. ഇത്രയും മതിയല്ലോ. ഫാളെന്ന് പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മളെ എത്രത്തോളം അവർ ആ ഒരു കഥയിൽ പിടിച്ചിരുത്തിയിട്ടുണ്ടെന്ന് നമുക്കറിയാം. ഇതിപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് അവർ കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് മാത്രം നമുക്ക് കണ്ടാൽ മതി. എന്തായാലും ട്രെയിലർ കാണുമ്പോഴത്തേക്കും അതേപോലെ തന്നെ കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഒരു ട്രെയിലറിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു മൂവി നമ്മുടെ ലിസ്റ്റിൽ എന്തായാലും വെച്ചേക്കാണ്. സെപ്റ്റംബർ 2-നാണ് ഇതിൻ്റെ റിലീസ്. അതും US-ലല്ല. ഇന്ത്യയിൽ വരുമോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. വരുവാണെങ്കിൽ എന്തായാലും പോയി കണ്ടിട്ട് റിവ്യൂ ഇടുന്നതായിരിക്കും. പിന്നെ അടുത്ത മൂവി ഏതാണെന്ന് വെച്ചാൽ ഹാർട്ട് ഓഫ് ദ ബീസ്റ്റ്. നമ്മുടെ ബ്രാഡ് പിറ്റ് പുള്ളിക്കാരൻ അഭിനയിച്ച ഒരു സർവൈവൽ ആക്ഷൻ ത്രില്ലർ മൂവിയാണിത്. ഒരു പഴയ സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസറായിട്ടുള്ള ജെയിംസ് ബെൽമണ്ടും അതേപോലെ തന്നെ അവൻ്റെ വളർത്തുനായായിട്ടുള്ള ഓഡിൻ എന്ന് പറഞ്ഞ ഒരു റിട്ടയർ കോമ്പാക്റ്റ് ഡോഗും ഇവർ തമ്മിലുള്ള ഒരു യാത്രയാണ്. അതും രണ്ടുപേരും വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വിമാനം തകർന്ന് അലാസ്കയിലെ ഈ മനുഷ്യരാരും താമസിക്കാത്ത അപകടകരമായിട്ടുള്ള ഒരു വലിയ പ്രദേശത്ത് ഇവർ രണ്ടുപേരും പെട്ടുപോവാണ്. ഇപ്പം അവിടെ നിന്നും നമ്മുടെ ഹീറോയും ആ ഒരു നായയും നദികൾ, മലകൾ, കാട്, വന്യമൃഗങ്ങൾ ഇതിനെല്ലാം തരണം ചെയ്ത് എങ്ങനെയെങ്കിലും നഗരത്തിലേക്ക് എത്തുക. ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാണ് ഈ മൂവിയിൽ നമ്മൾ കാണാൻ പോകുന്നത്. എന്തായാലും ബ്രാഡ് പിറ്റ് മൂവി ആകുമ്പോഴത്തേക്കും എന്തായാലും നമുക്ക് കണ്ടിരിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു മൂവിക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. സെപ്റ്റംബർ 25-നാണ് ഈ ഒരു മൂവി 2026 റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. OTT റിലീസ് എത്തുമ്പോഴത്തേക്കും നമുക്ക് എന്തായാലും നമ്മുടെ ചാനലിലും ഈ ഒരു മൂവി ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ആ ഒരു മൂവി അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ. ഇനി വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ട്രെയിലറും സിനിമകളുമായിട്ട് അടുത്ത വീഡിയോസിൽ നമുക്ക് പിന്നെയും കാണാം. പിന്നെ ഡൂംസ്ഡേ ട്രെയിലർ എങ്ങനെയുണ്ടെന്നെല്ലാം കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല മൂവിയായിട്ട് കാണുന്നത് വരയ്ക്കും. ബൈ.